കോഴിക്കോട് മുക്കത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിന് ക്രൂരമർദ്ദനം. ഡ്രൈവറായ സദ്ദാമിനെയാണ് 5 അംഗ സംഘം മർദ്ദിച്ചത്. എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ലെന്ന് സദ്ദാം പറഞ്ഞു. ഓലെന്നെ റെക്കോർഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് 18,000 രൂപ വേണം, ഇന്ന് തന്നില്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞ് തരണം എന്ന് എന്നോട് പറഞ്ഞു. അടിക്കുന്ന ആൾക്കാരെന്നെ റെക്കോർഡ് ചെയ്യുന്നത്. എന്നെ നാറ്റിക്കുന്ന് പറഞ്ഞത്, ഈ വീഡിയോ ഞാൻ പുറത്തേക്ക് വിടും അങ്ങനെയൊക്കെ പറഞ്ഞത്. അന്ന് ഓലെന്നെ വിളിച്ചെത്തിയാട്ട് എൻസിന്റെ അടുത്ത് വരാൻ പറഞ്ഞ് ഇന്നെ ഓല വൈക്കുമലെന്നെ കയറ്റി കൊണ്ടുപോയി ഓലിന്നെ അത് മർദ്ദിച്ചാണ്. ഓല കൂട്ടത്തിലുള്ള 5 ആൾക്കാരും കൂട്ടി എന്നെ തച്ചതാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, സദ്ദാം പോലീസിൽ പരാതിപ്പെട്ടോ? ആരാണ് മർദ്ദിച്ചത് എന്നതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, ഈ അക്രമി സംഘത്തെ സംബന്ധിച്ച് സദ്ദാമിന് ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3 പേർ തനിക്ക് പരിചയമുള്ളവരാണ് എന്നാണ് സദ്ദാം പറയുന്നത്. 2 പേരെ തനിക്കറിയില്ല എന്നും പറയുന്നു. ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള 2 പേരാണ് ആദ്യം വിളിച്ചുകൂട്ടി പിന്നീട് അവരുടെ ബൈക്കിലാണ് ഈ ഇടത്തേക്ക് കൊണ്ടുപോയത്. മുക്കം പറമ്പിലുള്ള, അതായത് മുക്കത്തെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് പിറകിലുള്ള ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയി ഈ 5 അംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 4 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇതോടൊപ്പം തന്നെ ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച ഈ അക്രമി സംഘം ഈ യുവാവിൻ്റെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ 18,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. അത് തന്നില്ല എങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടും, അപമാനിക്കും എന്നായിരുന്നു ഇവർ നൽകിയ ഭീഷണി. ആ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഈ യുവാവ് ഇതുവരെയും പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ യുവാവ് ഇന്ന് തന്നെ പോലീസിൽ പരാതി നൽകും എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുവാവിന് ഒരു മാനസിക വൈകല്യമുണ്ട്. കൂടാതെ ഇദ്ദേഹം ഏതാനും വർഷങ്ങളായിക്കൊണ്ട് ഡ്രൈവർ ജോലി ചെയ്തു വരുന്ന യുവാവാണ്. ഒപ്പം ആനക്കാംപൊയിലിൽ കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ള ഒരു അപകടമുണ്ടായിരുന്നു. ആ അപകടത്തിൽ ഗുരുതരമായി ഇദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. തലയിൽ സ്റ്റിച്ചുണ്ട്. ആ സ്റ്റിച്ച് ഇപ്പോൾ പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ടുമില്ല. ഇത്തരമൊരു ചികിത്സ തുടരുന്ന വേളയിൽ കൂടിയാണ് ഈ വിധത്തിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനം. ഈ യുവാക്കൾ അവർ സേഫ് ആവുന്ന സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ